ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ യഥാർത്ഥ ജിഡിപി 7% വരെ വളരുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം എന്ന ദൌത്യത്തിലേക്കുള്ള ശക്തമായ അടിത്തറയായിരിക്കും ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ നിപ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിലുള്ള 9 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഇന്നും വിഫലം. ഗംഗാവലി നദി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ തായ്ലൻഡിന് ബാറ്റിംഗ്. ആദ്യ മത്സരത്തിൽ മലേഷ്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 144 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. കേന്ദ്ര ബജറ്റ് 2024 ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ രാവിലെ 11 മണിക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റാണിത്. സമ്മേളന കാലയളവിൽ 6 പുതിയ ബില്ലുകൾ സർക്കാർ അവതരിപ്പിക്കും. അടുത്ത മാസം 12 വരെയാണ് സഭ സമ്മേളിക്കുന്നത്. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരുകയാണെന്ന് 2023-24 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിൽ ആഗോള പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആഭ്യന്തര വളർച്ച രാജ്യത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയതായി പറയുന്നു. വിശദാംശങ്ങളിലേക്ക്. 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ യഥാർത്ഥ ജിഡിപി 7% വരെ വളരുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് സമർപ്പിക്കവെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ചരക്ക് സേവന നികുതി, പാപ്പർ നിയമ സംഹിത അഥവാ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്നിവയിലെ പരിഷ്കരണം സാമ്പത്തിക മേഖലയ്ക്ക് ഗുണകരമാകുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പം 4.5% ആയിരിക്കുമെന്നാണ് RBI കരുതുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇത് 4.1% താഴുമെന്നും റിസർവ് ബാങ്ക് കണക്കുകൂട്ടുന്നതായി സർവേയിൽ പറയുന്നു. 2020 സാമ്പത്തിക വർഷത്തേക്കാൾ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഈ സാമ്പത്തിക വർഷം 20% വരെ വളർച്ചയുണ്ടായിട്ടുണ്ട്. തൊഴിലില്ലായ്മ, ബഹുമുഖ ദാരിദ്ര്യം എന്നിവയിൽ കുറവുണ്ടായി. തുടർച്ചയായ 3 വർഷത്തിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7%-ലെത്തുന്നുണ്ടെന്നും സർവേ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ ദേശീയപാതകളിൽ ഉപയോക്തൃ സൌകര്യം വർദ്ധിപ്പിച്ചതായും റെയിൽ, തുറമുഖ മേഖലകളിലെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് നിരവധി കാര്യങ്ങൾ ചെയ്തതായും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ലോകത്തെ 3ാമത്തെ വലിയ ആഭ്യന്തര വ്യോമയാന വിപണിയാണ് ഇന്ത്യ. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എത്തുന്ന മൊത്തം വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 15% വർധനയുണ്ടായി. 2030ഓടെ ഇന്ത്യൻ ഇ കൊമേഴ്സ് വ്യവസായം $350 ശതകോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നു. 2030 വരെ കാർഷികേതര മേഖലയിൽ 78.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ നാഗേശ്വരൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014നെ അപേക്ഷിച്ച് ദേശീയപാത നിർമ്മാണത്തിൽ 3 ഇരട്ടി വേഗതയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന കേന്ദ്ര സർക്കാരിന്റെ ദൌത്യത്തിലേക്കുള്ള ശക്തമായ അടിത്തറയായിരിക്കും ഈ വർഷത്തെ ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ അമൃതകാലത്തിന് വളരെ നിർണായകമാണ് കേന്ദ്ര ബജറ്റെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വരുന്ന 5 വർഷം എല്ലാ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുപരി രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇതുവരെ ഒരു സംഭവം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചാ സംഭവങ്ങൾ വ്യാപകമായെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തള്ളി. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കുറഞ്ഞുവരുന്നതായി കേന്ദ്ര സർക്കാർ. 2021-22 തൊഴിലില്ലായ്മ നിരക്ക് 4.1%-ആയും
2022-23 3.2% കുറഞ്ഞതായി പ്രതിവർഷ ലേബർ ഫോഴ്സ് സർവേ സൂചിപ്പിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദലാജെ ലോക്സഭയെ അറിയിച്ചു. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ ലോക്സഭയിൽ പൊതു ബജറ്റ് അവതരണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം രാജ്യസഭ വീണ്ടും സമ്മേളിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 7ാം ദിനവും വിഫലം. റഡാർ സിഗ്നൽ പ്രകാരം കരയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ലോറി കണ്ടെത്താനായില്ല. വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗംഗാവലി നദി കേന്ദ്രീകരിച്ചാണ് ഇനി തെരച്ചിൽ നടത്തുക. കേരളത്തിൽ നിപ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിലുള്ള 9 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സമ്പർക്ക പട്ടികയിൽ തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരന് രോഗമുക്തി. കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത്. ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ തായ്ലന്റ് ബംഗ്ലാദേശ് പോരാട്ടം. ടോസ് നേടിയ തായ്ലന്റ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ മലേഷ്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 144 റൺസ് ജയം. കാവഡ് തീർത്ഥാടന പാതയിലുള്ള കട ഉടമകളുടെ പേര് പ്രസിദ്ധപ്പെടുത്തണമെന്ന ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സർക്കാരുകളുടെ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വിഷയത്തിൽ വെള്ളിയാഴ്ചയ്ക്കകം പ്രതികരണം അറിയിക്കാൻ ഇരു സംസ്ഥാനങ്ങളോടും കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ എന്തുതരം ഭക്ഷണമാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് ഈ മാസം 28-ന്. മൻ കി ബാത്തിന്റെ 112ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് വഴിയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലും വെള്ളിയാഴ്ച വരെ അറിയിക്കാവുന്നതാണ്. തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് വഴി കുറഞ്ഞ പ്രീമിയം തുകയിൽ ക്യാൻസർ ചികിത്സാ പരിരക്ഷ പദ്ധതി ആരംഭിച്ചു. പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് ക്യാൻസർ ചികിത്സാ പരിരക്ഷ. പോളിസി അനുവദിച്ച് 180 ദിവസത്തിന് ശേഷം ക്യാൻസർ പരിരക്ഷ ലഭിക്കും. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് സേവിംഗ്സ് അക്കൌണ്ടുള്ള 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ ചേരാനാകും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾക്ക് സെപ്റ്റംബർ 15 വരെ നാമനിർദ്ദേശം സമർപ്പിക്കാം. 2025ലെ പത്മ അവാർഡുകൾക്കുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ഓൺലൈനായി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ തുടങ്ങിയ പത്മ പുരസ്കാരങ്ങൾ രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളിൽ ഒന്നാണ്. 1954-ൽ ആരംഭിച്ച പത്മ പുരസ്കാരങ്ങൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, വ്യാപാരം, വ്യവസായം എന്നീ മേഖലകളിലെ വിശിഷ്ടവും അസാധാരണവുമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ യഥാർത്ഥ ജിഡിപി 7% വരെ വളരുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം എന്ന ദൌത്യത്തിലേക്കുള്ള ശക്തമായ അടിത്തറയായിരിക്കും ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ നിപ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിലുള്ള 9 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഇന്നും വിഫലം. ഗംഗാവലി നദി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ തായ്ലന്റിന് ബാറ്റിംഗ്. ആദ്യ മത്സരത്തിൽ മലേഷ്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 144 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.